ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു കോഴ്സുമായിട്ട് നമ്മൾ കണ്ടുമുട്ടാൻ പോവാണ്. കമറുദ്ദീൻ സാറിന് ഫസ്റ്റ് ഇയറിൽ ക്ലാസ് എടുക്കണം എന്നുള്ളത് കൊണ്ട് സാർക്ക് സെക്കൻഡ് ഇയറിലെ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ സാർക്ക് വർക്ക് ലോഡ് കൂടും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള 3 മോഡ്യൂൾസ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മോഡ്യൂൾസ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചു കാണും. നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇപ്പോൾ പഠിക്കുന്ന പേപ്പർ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ വി ആർ ഡിസ്കസിങ് വിത്ത് കൗണ്ടബിൾ സെറ്റ്സ്. ഓക്കെ, കൗണ്ടബിൾ സെറ്റ്സുമായിട്ടുള്ള ആ ഫോമിലുള്ള ഡൊമൈൻ ഒക്കെ കൗണ്ടബിൾ സെറ്റ്സ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 മോഡ്യൂൾ 3യുടെ പേര് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ് ആൻഡ് റിലേഷൻസ്. കാർട്ടീഷ്യൻ പ്രൊഡക്ട്സ് ആൻഡ് റിലേഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഫങ്ഷൻസും ഇതിൽ വരുന്നുണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്ട്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. കാർട്ടീഷ്യൻ പ്രോഡക്ട്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ കുറിച്ചെല്ലാം +1 ക്ലാസ്സസിൽ പഠിച്ചാണ്. അതെല്ലാം മറന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ഡെഫിനിഷൻ ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കാം. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? ഓക്കെ, ഇപ്പൊ 2 സെറ്റ്സ് എടുക്കുക, എയും ബിയും. ലെറ്റ് എ ആൻഡ് ബി ആർ എനി 2 നോൺ എം ടി സെറ്റ്സ്. അപ്പൊ നിങ്ങൾ ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നോട്ട് എഴുതി പോവാ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എല്ലാം പഠിക്കണം. 2 നോൺ എം ടി സെറ്റ്സ്. Let A and B are any 2 non-empty sets, then Cartesian product of A and B, Cartesian product of A and B is denoted by A ഇട്ടിട്ട് ഒരു ക്രോസ് ഇട്ടിട്ട് B ഇടാം. denoted by A cross B, and it is defined as A cross B equal to set of all ordered pairs AB, such that A element of capital A and B element of capital B. A element of capital A and B element of capital B. അപ്പോൾ എയും ബിയും 2 നോൺ എംപ്റ്റി സെറ്റ്സ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുക. എ ഇട്ടിട്ട് ഒരു ക്രോസ് ഇട്ടിട്ട് ബി ഇടും. അതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എ ബി. ഓർഡേർഡ് പെയർസ് എ ബി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു എലമെന്റ് കോമ അടുത്ത എലമെന്റ് എഴുതുക. അതിനാണ് ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എല്ലാ ഓർഡേർഡ് പെയർസും, എ ബി ഫോമിലുള്ള എല്ലാ ഓർഡേർഡ് പെയർസും അതിലെ ഫസ്റ്റ് എലമെന്റ് എ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ്. ഫസ്റ്റ് എലമെന്റ് ക്യാപിറ്റൽ എയിലെയും സെക്കൻഡ് എലമെന്റ് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റിലെയും എലമെന്റ്സ് ആയിരിക്കണം. അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എ കോമ ബി സച്ച് ദാറ്റ് സ്മോൾ ലെറ്റർ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് സ്മോൾ ലെറ്റർ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? എ ക്രോസ് ബി. അപ്പൊ നമ്മൾ 2 സെറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് എ ക്രോസ് ബി ഡിഫൈൻ ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് എ ബി. എന്തുകൊണ്ടാണ് ഓർഡേർഡ്? ഇതിനൊരു പെയർ എന്ന് പറയുന്നതിന് പകരം ഓർഡേർഡ് പെയർ എന്ന് പറയാനുള്ള കാരണം ഈ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യത്തെ എലമെന്റ് എയിലെയും രണ്ടാമത്തെ എലമെന്റ് നിർബന്ധമായിട്ടും ബിയിലെയും. അതിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് പറയാം. അപ്പൊ ബി ക്രോസ് എ ആണെങ്കിൽ തിരിച്ചു വരും. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. അങ്ങനെ വരും, തിരിയും. ഓക്കെ, ആദ്യത്തെ എലമെന്റ് ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബിയിലെ എലമെന്റ് ആയിരിക്കും. രണ്ടാമത്തെ എലമെന്റ് എയിലെ എലമെന്റ് ആയിരിക്കും.
ഓക്കെ, പക്ഷെ എ ക്രോസ് ബി ആകുമ്പോൾ ആദ്യത്തെ എലമെന്റ് എയിലെ ആയിരിക്കും, രണ്ടാമത്തെ എലമെന്റ് ബിയിലായിരിക്കും. അപ്പോൾ എ ക്രോസ് ബിയും ബി ക്രോസ് എ ആർ ഡിഫറൻറ്റ്. എ ക്രോസ് ബിയുടെയും ബി ക്രോസ് എയുടെയും മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു ഓർഡേഡ് പെയർ ആണ്, അതായത് ഓർഡറിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ എലമെന്റ് ഏതാണ്, രണ്ടാമത്തെ എലമെന്റ് ഏതാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയേഴ്സ് എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ആൻഡ് ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. Example, first one, let A equal to 2, 3, 4 ഒരു സെറ്റ് ആണ്. B equal to 4, 5. A equal to set 2, 3, 4. A എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് ഉള്ള കളക്ഷൻ ആണ്. 2, 3, 4 അതാണ് ഈ 3 നമ്പേഴ്സ്. ബി പറയുന്നത് 2 എലമെന്റ്സുകളുടെ 2 നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്, അതായത് 4ഉം 5ഉം. What is A cross B? A cross B equal to ആദ്യത്തെ എലമെന്റ് 2 വരുന്ന ഓർഡേഡ് പെയർസ് എല്ലാം ഇടാം. ആദ്യത്തെ എലമെന്റ് 2 വരാം, രണ്ടാമത്തെ എലമെന്റ് ബിയിൽ എലമെന്റ് ആയിരിക്കണം. ബിയിൽ ഒരു എലമെന്റ് 4 ആണ്, അപ്പൊ 2, 4 ആണ് ഒരു ഓർഡേഡ് പെയർ. ഓക്കെ, പിന്നെ ആദ്യത്തെ എലമെന്റ് 2 വരാം, രണ്ടാമത്തെ എലമെന്റ് 5 വരാം അല്ലെ. രണ്ടാമത്തെ എലമെന്റ് എപ്പോഴും ബിയിൽ എലമെന്റ് ആയിരിക്കണം, അപ്പോ 2, 5 ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു. 2, 4, 2, 5. ഓക്കെ, അതിൽ 2 എയിൽ എലമെന്റ് ആണ്, 4 ബിയിൽ എലമെന്റ് ആണ്. ഇവിടെ 2 എയിൽ എലമെന്റ് ആണ്, 5 ബിയിൽ എലമെന്റ്. ഇനി അടുത്തത് 3 എടുക്കുക. 3 ഫസ്റ്റ് എലമെന്റ് വരും, സെക്കൻഡ് എലമെന്റ് 4ഉം വരാം 5ഉം വരാം. അപ്പൊ സെക്കൻഡ് എലമെന്റ് 4 വരുന്ന ഒരു ഓർഡർ പെയർ, 5 വരുന്ന മറ്റൊരു ഓർഡർ പെയർ. ഓക്കെ, അടുത്തത് 4 എടുക്കുക. 4 എടുക്കുക. ആദ്യത്തെ എലമെന്റ് 4, രണ്ടാമത്തെ എലമെന്റ് 4, പിന്നെ ആദ്യത്തെ എലമെന്റ് 4, രണ്ടാമത്തെ എലമെന്റ് 5. ഓക്കെ, ഇതാണ് എ ക്രോസ് ബി വരും. ഇതാണ് എ ക്രോസ് ബി വരും. ഓക്കെ, ഇതാണ് എ ക്രോസ് ബി. ബി ക്രോസ് എ ഏതാ വരിക? ബി ക്രോസ് എ എഴുതുമ്പോൾ ആദ്യത്തെ എലമെന്റ് ബി ആയിരിക്കണം, രണ്ടാമത്തെ എലമെന്റ് ആണ് എ വരേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ എലമെന്റ് ബി ആയിട്ട് 4 വരാം. ആദ്യത്തെ എലമെന്റ് ബിയിലുള്ള ആദ്യത്തെ എലമെന്റ് 4 ആണ്, അപ്പൊ 4 എഴുതി. രണ്ടാമത്തെ എലമെന്റ് എയിലെയാണ്, അപ്പൊ അത് 3 സാധ്യതയുണ്ട്. 2 വരാം, 3 വരാം, 4 വരാം. അപ്പൊ ആദ്യത്തെ ഓർഡർ പെയർ 2, പിന്നെ 3, പിന്നെ 4. ഓക്കെ, അടുത്തത് ആദ്യത്തെ എലമെന്റ് 5 വരാം. ബിയിലുള്ള പിന്നൊരു എലമെന്റ് ഉള്ളത് 5 ആണ്, അപ്പൊ 5 ആദ്യത്തെ എലമെന്റ് ആയിട്ട് വരാം. രണ്ടാമത്തെ എലമെന്റ് ഏത് എലമെന്റ് വേണമെങ്കിൽ വരാം. അപ്പൊ 5,2, 5,3, 5,4. ഓക്കെ, ഇതാണ് ബി ക്രോസ് എ. അപ്പൊ ആദ്യത്തെ ഓർഡർ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എയിലെ ആയിരിക്കും, സെക്കൻഡ് എലമെന്റ് ബിയിലായിരിക്കും. ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ബിയിലായിരിക്കും, സെക്കൻഡ് എലമെന്റ് എയിലായിരിക്കും. വാട്ട് ഈസ് എ ക്രോസ് എ? എ ക്രോസ് എ നമ്മൾ എ സ്ക്വയർ എന്ന് പറയാറുണ്ട്. എ സ്ക്വയർ. ഓക്കെ, എ ക്രോസ് എ ഈക്വൽ ടു എ സ്ക്വയർ. എ സ്ക്വയർ ആകുമ്പോൾ ആദ്യത്തെ എലമെന്റും എ ആയിരിക്കണം, രണ്ടാമത്തെ എലമെന്റും എ ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ എലമെന്റ് എ, രണ്ടാമത്തെ എലമെന്റും എ വരുമ്പോ ഒന്ന് 2, 2 തന്നെ വരാം. ഇവിടെ ആദ്യത്തെ എലമെന്റ് 2 ആണ്, രണ്ടാമത്തെ എലമെന്റ് 2 ആണ്, ബോത്ത് ആർ ഇൻ എ. ഓക്കെ, പിന്നെ ആദ്യത്തെ എലമെന്റ് 2 വരാം, രണ്ടാമത്തെ എലമെന്റ് 3 വരാം, കാരണം 3 എവിടെയുണ്ട്? എയിലുണ്ട്. പിന്നെ ആദ്യത്തെ എലമെന്റ് 2 വരാം, രണ്ടാമത്തെ എലമെന്റ് 4 വരാം.
കാരണം 4 അവിടെ ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എലമെന്റും എ ആയിരിക്കണം, രണ്ടാമത്തെ എലമെന്റും എ ആയിരിക്കണം. അങ്ങനെയുള്ള ഓർഡർ പേഴ്സ്. അടുത്ത് 3 3 3 2 3 4. ഓക്കെ. പിന്നെ 4 2 4 3 4 4. ഇതാണ് എ സ്ക്വയർ. ഇതുപോലെ നമുക്ക് എന്ത് എഴുതാം? ബി സ്ക്വയർ, ബി ക്യൂബ് എല്ലാം നമുക്ക് എഴുതാം. ഓക്കെ. ബി ക്യൂബ് ആവുമ്പോഴുള്ള എങ്ങനെയാണ് വ്യത്യാസം? ബി ക്യൂബ് ഈക്വൽ ടു എന്ത് വരും? ഞാനിവിടെ മാർച്ചിട്ട് എഴുതാം. ബി ക്യൂബ് ഈക്വൽ ടു ബി ക്രോസ് ബി ആണ്. ബി ക്രോസ് ബി. ബി ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കമ്പോണൻസ് ഉണ്ടാവും. ഇവിടെ 2 കമ്പോണൻസ് ആണ്. ആദ്യത്തെ ഒരു എലമെന്റ്, 2 എലമെന്റ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് 2 കമ്പോണൻസ് ആണ്. 2 കമ്പോണൻസ് ഉള്ള ഫോമിനെയാണ് നമ്മൾ പെയേഴ്സ് എന്ന് പറയാം. 2 കമ്പോണൻസ് ഉള്ള ഫോമിനെയാണ് നമ്മൾ പെയേഴ്സ് എന്ന് പറയാം. ഇവിടെ 3 എണ്ണം ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ 3 എലമെന്റ്സും എവിടത്തെ എലമെന്റ്സ് ആയിരിക്കണം? ബിയിൽ എലമെന്റ്സ്. അപ്പൊ 4 4 4 ഒരു സാധ്യതയാണ്. 4 4 4. അപ്പൊ 4 എവിടെയാണ്? ബിയിലുണ്ട്. ഈ 4ഉം ബിയിലുണ്ട്, ഈ 4ഉം ബിയിലുണ്ട്. അപ്പൊ ബി ക്രോസ് ബിയിൽ ഒരു എലമെന്റ് എങ്ങനെ വരാം? 4 4 4. പിന്നെ ഒരു എലമെന്റ് എങ്ങനെ വരും? 4 4 5. ഇതും ബി ക്രോസ് ബിയിലായിരിക്കും. കാരണം 3 കമ്പോണൻസ് ഉണ്ട്. 3 കമ്പോണൻസും എവിടത്തെ ആയിരിക്കണം? ഇതിനെ 3 ട്യൂപ്പിൾ എന്നും പറയാറുണ്ട്. 3 ട്യൂപ്പിൾ. 3 കമ്പോണൻസ് ഉള്ള ഈ ഫോമിനെ പറയുന്ന പേരാണ്. നമ്മൾ 2 എണ്ണം ആണെങ്കിൽ പെയർ എന്ന് പറയും. 3 എണ്ണം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ 3 ട്യൂപ്പിൾ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. അപ്പൊ 4 4 4, പിന്നെ 4 4 5, പിന്നെ 4 5 4 സാധ്യതയാണ്. പിന്നെ 4 5 5 4 5 5. ഇതുപോലെ നമുക്ക് എഴുതാം. എന്താണ്? 5 5 5 5 5 4. ഇങ്ങനെ നമുക്ക് വ്യത്യസ്ത സാധ്യതകൾ മുഴുവൻ എഴുതാം. 5 4 5, ഒരു 5 4 4, അങ്ങനെ 8 എണ്ണം ഉണ്ട്. ഓക്കെ. അപ്പൊ ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ ബി ക്രോസ് ബി. അപ്പൊ ബി ക്രോസ് ബി ആയിരുന്നെങ്കിൽ 2 കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. അതായത് ഒരു പെയർ ആയിരിക്കും. ബി ക്രോസ് ബി ആകുമ്പോൾ 3 കമ്പോണന്റ് വരും. 1 2 3 കമ്പോണന്റ് വരും. ഇനി ബി ക്രോസ് ബി, അതായത് ബി റൈസ് ടു 4 ആണെങ്കിൽ 4 കമ്പോണന്റ് വരും. അപ്പോൾ വീണ്ടും നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇതാണ് ബേസിക് ഐഡിയ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ. അതായത് നമുക്ക് 2 സെറ്റ്സ് തന്നാൽ വി ക്യാൻ ഫൈൻഡ് എ ക്രോസ് ബി, ബി ക്രോസ് എ ക്രോസ് എ, ബി ക്രോസ് ബി, അങ്ങനെ വ്യത്യസ്ത ഫോം എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. എയും ബിയും ഫൈനൈറ്റ് സെറ്റ്സ് ആണ് നോക്കുക. എന്താ ഫൈനൈറ്റ് സെറ്റ്സ്? കൃത്യമായിട്ട് എത്ര എലമെന്റ്സ് ഉണ്ട് സെറ്റിൽ എന്ന് നമുക്ക് പറയാൻ പറ്റിയാൽ അത് അങ്ങനത്തെയുള്ള സെറ്റുകളെയാണ് നമ്മൾ ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയാം. അപ്പൊ ഇഫ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ്, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി ആർ ഫൈനൈറ്റ്. ഓക്കെ. എ ആൻഡ് ബി ആർ, അതായത് കൃത്യമായിട്ട് അതിനൊരു ഇത്ര എയിൽ 5 എലമെന്റ് ആണ്, അല്ലെങ്കിൽ 10 എലമെന്റ് ആണ്, അല്ലെങ്കിൽ 100 എലമെന്റ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കൃത്യമായിട്ട് ഇത്രയാണ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനെ പറയുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ. അങ്ങനെ എയും ബിയും 2 ഫൈനൈറ്റ് സെറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇഫ് എ ആൻഡ് ബി ആർ 2 ഫൈനൈറ്റ് സെറ്റ്സ്, then cardinality എന്ന് പറഞ്ഞാൽ number of elements എന്നുള്ളതാണ്. Cardinality means number of elements. Cardinality of A cross B equal to cardinality of B cross A. Cardinality of B cross A. ഓക്കെ. അത് എ ക്രോസ് ബിയുടെ കാർഡിനാലിറ്റിയും ബി ക്രോസ് ബി എയുടെ കാർഡിനാലിറ്റിയും സെയിം ആയിരിക്കും. എപ്പോൾ എയും ബിയും 2 ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ, എയും ബിയും 2 ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ക്രോസ് എ ആയിരിക്കും. മാത്രമല്ല ആൾസോ കാർഡിനാലിറ്റി നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ എഴുതിയാൽ കാർഡിനാലിറ്റി എന്നുള്ള അർത്ഥം.
cardinality of A cross B equal to cardinality of A into cardinality of B, where denotes cardinality of A cross B. A cross B യുടെ number of elements. A cross B യുടെ number of elements എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A യുടെ number of elements into B യുടെ number of elements. ഇവിടെ ഉദ്ദേശിക്കുന്നത് into ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാൻ cardinality of A into cardinality of B. ഓക്കെ, അപ്പൊ A cross B യുടെ number of elements എന്ന് പറയുന്നത് A യുടെ number of elements into B യുടെ number of elements. For suppose A എന്ന് പറയുന്ന സെറ്റ് 2, 3 ആണെന്ന് വിചാരിക്കാം. B എന്ന് പറയുന്ന സെറ്റ് 3, 4, 5 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? A ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? കാർഡിനാലിറ്റി ഓഫ് A ക്രോസ് ബി എത്രയായിരിക്കും? കാർഡിനാലിറ്റി ഓഫ് A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 2, ഇവിടെ എയുടെ കാർഡിനാലിറ്റി ഇൻറ്റു ബിയുടെ കാർഡിനാലിറ്റി ആണ്. എയുടെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ എയിൽ 2 നമ്പേഴ്സ് ഉണ്ട്, അപ്പൊ 2. ബിയിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്, അപ്പൊ 2 into 3 equal to 6. അപ്പൊ A ക്രോസ് ബിയുടെ കാർഡിനാലിറ്റി എത്രയായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, അപ്പൊ എയും ബിയും രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് A ക്രോസ് ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് B ക്രോസ് A ആയിരിക്കും. മാത്രമല്ല കാർഡിനാലിറ്റി ഓഫ് A ക്രോസ് ബി ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് A ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് B. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. n-tuple എന്ന് പറഞ്ഞാൽ എന്താ? n-tuple എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബ്രാക്കറ്റിനകത്ത് 2 എലമെന്റ്സ് എഴുതി, ഇതിന് നമ്മൾ എന്താ പറയാ? പെയർ എന്നാണ് പറയുക. പെയർ ഇങ്ങനെ AB എഴുതിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ A1 A2 എഴുതിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ പെയർ. ഇനി A1 A2 A3 എഴുതിയാലോ? ദിസ് ഇസ് എ 3-2. ഇതിന് നമ്മൾ എന്താ പറയാ? 3-2. A1 A2 A3 A4 എഴുതിയാൽ ദാറ്റ് ഈസ് 4-2. ഇനി A1 A2 A3 A4 A5 എഴുതിയാലോ? ദാറ്റ് ഈസ് 5-2. ഇങ്ങനെ നമുക്ക് ജനറലി എന്ത് പറയാം? A1 A2 എക്സെട്ര AN ഈസ് നോൺ ആസ് n-tuple. അപ്പൊ n-tuple എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n കമ്പോണൻസ് ഉള്ള ഒരു ഫോമാണ്. ഓക്കെ, n കമ്പോണൻസ് ഉള്ള ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയാ? A-tuple എന്ന് പറയും. ഓക്കെ, R ക്രോസ് R എന്ന് പറഞ്ഞാൽ R ഈസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. നമ്മളൊരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ R means set of all real numbers. How can we represent a real number? ഒരു റിയൽ നമ്പർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? നമ്മളൊരു ലൈൻ വരയ്ക്കും, ആ ലൈനിന്റെ സെന്ററിനെ നമ്മൾ 0 എന്ന് വിളിക്കും, ഇപ്പുറത്ത് 1, 2 എന്ന് വിളിക്കും. ദാറ്റ് ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ഇതിന്റെ ഇപ്പുറത്ത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അപ്പൊ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. -1 -2 ഒക്കെ ഇപ്പുറത്ത്. അപ്പോൾ ഏത് റിയൽ നമ്പർ എടുത്താലും ഇറ്റ് വിൽ ബി എ പോയിന്റ് ഇൻ ദിസ് ലൈൻ. നമ്മൾ ഏത് റിയൽ നമ്പർ എടുത്താലും അത് ഈ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് ഞാൻ 0.5 എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും. 1.25 എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും. ഓക്കെ, 2.75 എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ ആയിരിക്കും. 3 ആണെങ്കിൽ ഇവിടെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഏത് റിയൽ നമ്പറിനെ ഈ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാം. ഏത് റിയൽ നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാം. പൈ ഒരു റിയൽ നമ്പറാണ്. പൈയുടെ വാല്യൂ എത്ര? 3.14 എക്സെട്ര. അപ്പൊ ഏകദേശം ഇവിടെ വരും, ഇവിടെ വരും. അപ്പൊ ഇവിടെ പറഞ്ഞ ഐഡിയ അതാണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ ഈസ് എ ലൈൻ. ഓക്കെ, ഒരു ലൈനിൽ ലൈനിലെ ഒരു പോയിന്റ് ആണ് എന്ത്? റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലൈൻ. അതിന്റെ സെന്റർ 0 ആയിരിക്കും. സെന്ററിന് 0ന് റൈറ്റ് ഒക്കെ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, 0ന് ലെഫ്റ്റ് ഒക്കെ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ R എന്താണ്? R സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. വാട്ട് അബൌട്ട് R ക്രോസ് R? R ക്രോസ് Rനെ നമുക്ക് എങ്ങനെ പറയാം? R2 എന്ന് പറയാം. R2 എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ x, y such that x element of real number, y element of real number.
സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സും റിയൽ നമ്പർ ആയിരിക്കണം, വൈയും റിയൽ നമ്പർ ആയിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ ക്രോസ് ബി ആവുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ ബി ആണ്. ഓക്കെ, അപ്പൊ എ ക്രോസ് എ ആണെങ്കിലോ, എ ക്രോസ് എ ആകുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ ബി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ആദ്യത്തെ എലമെന്റ് മേലായിരിക്കും, രണ്ടാമത്തെ എലമെന്റ് മേലായിരിക്കും എ ക്രോസ് എ ആണെങ്കിൽ. എ ക്രോസ് ബി ആണെങ്കിൽ ആദ്യത്തെ എലമെന്റ് എയിലായിരിക്കും, രണ്ടാമത്തെ എലമെന്റ് ബിയിലായിരിക്കും. അപ്പൊ ഇവിടെ ആർ ക്രോസ് ആർ ആണ്. ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റും റിയൽ നമ്പർ ആയിരിക്കണം, രണ്ടാമത്തെ എലമെന്റും റിയൽ നമ്പർ ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ എലമെന്റ് റിയൽ നമ്പർ, രണ്ടാമത്തെ എലമെന്റ് റിയൽ നമ്പർ. നമ്മൾ എങ്ങനെ അതിനെ റെപ്രസെന്റ് ചെയ്യും? അപ്പോ നമുക്ക് രണ്ട് ആക്സിസ് വേണം. ഒന്ന് എക്സ്, ഫസ്റ്റ് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യണം. പിന്നെ ഒന്ന് വൈ, സെക്കൻഡ് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ 1 2 എക്സെട്ര 3 ഇങ്ങനെ പോകും. ഇവിടെ -1 -2 എക്സെട്ര പോകും. ഇവിടെ 0, ഇവിടെ 1 2 എക്സെട്ര പോകും. ഇവിടെ -1 -2 പോകും. അപ്പൊ ഞാൻ 1 1 എടുത്തു നിൽക്കുക. 1 1 അപ്പൊ 1 1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ കമ്പോണന്റ് റിയൽ നമ്പർ ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് റിയൽ നമ്പർ ആണ്. ആദ്യത്തെ കമ്പോണന്റ് റിയൽ നമ്പർ ആണ്, രണ്ടാമത്തെ കമ്പോണന്റും റിയൽ നമ്പർ. അപ്പൊ 1 1 എവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യും? 1 1 എവിടെ പ്ലോട്ട് ചെയ്യും അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പ്ലെയിനിൽ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ 1 2 ആണെങ്കിലോ, 1 2 ആണെങ്കിൽ ആദ്യത്തെ കമ്പോണന്റ് 1 ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് 2 ആണ്. അപ്പൊ ഇവിടെ ഓക്കെ. ഈ 2 3 ആണെങ്കിലോ, 2 3 ആണെങ്കിൽ ആദ്യത്തെ കമ്പോണന്റ് 2 ആണ്, മൂന്നാമത്തെ കമ്പോണന്റ് 3 ആണ്. അപ്പൊ ഇവിടെ 3 2 ആണെങ്കിലോ ആദ്യത്തെ കമ്പോണന്റ് 3 ആണ്, രണ്ടാമത്തെ കമ്പോണന്റ് 2 ആണ്. അപ്പൊ നമുക്ക് ഏത് ഓർഡേർഡ് പെയർ തന്നാലും, ഇതിനെ ഓർഡേർഡ് പെയർ എന്നാണ് പറയാം. കാരണം 2 കമ്പോണൻസ് ആണ്. 2 കമ്പോണൻസിന് നമ്മൾ ഓർഡേർഡ് പെയർ എന്നാണ് പറയാം. 3 ആകുമ്പോൾ 3 ട്യൂപ്പിൾ എന്ന് പറയും, 4 ആകുമ്പോൾ 4 ട്യൂപ്പിൾ എന്ന് പറയും. ഓക്കെ, ഇവിടെ രണ്ട് കമ്പോണൻസ് ആണ്, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും. ഫസ്റ്റ് എലമെന്റും റിയൽ നമ്പർ ആണ്, സെക്കൻഡ് എലമെന്റും റിയൽ നമ്പർ. ഫസ്റ്റ് എലമെന്റും റിയൽ നമ്പർ ആണ്, സെക്കൻഡ് എലമെന്റും റിയൽ നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ എവിടെ റെപ്രസെന്റ് ചെയ്യും? പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ 6 ആയിരുന്നപ്പോൾ നമ്മൾ ലൈനിലെ ഒരു പോയിന്റ് ആയിരുന്നെങ്കിൽ, പ്ലെയിൻ ആയപ്പോൾ അത് R2 ആയപ്പോൾ അത് പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ആറിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു ലൈനിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒരു റിയൽ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി R2 എടുക്കുക. R2 എടുക്കുമ്പോൾ R ക്രോസ് R ആണ്. അപ്പൊ R ക്രോസ് R ആവുമ്പോൾ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. അതായത് ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യുക എവിടെയാണ്? അതിനെ പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, പ്ലെയിനിലെ ഒരു പോയിന്റ് ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. ഇതാണ് ബേസിക് ഐഡിയ. ഓക്കെ, അപ്പോ R3 ആവുമ്പോഴോ, R3 ആവുമ്പോൾ പ്ലെയിൻ മതിയാവില്ല, ഒരു ആക്സിസും കൂടെ വേണ്ടി വരും, ഈ സെറ്റും കൂടെ വേണ്ടി വരും. ഓക്കെ, അപ്പോ 3 ഡയമെൻഷനലോ, 3 ആക്സിസ്. 4 ആവുമ്പോഴോ 4 ആക്സിസ് വരും. അപ്പോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഓക്കെ, ഇപ്പോ R2 R3 വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇമാജിൻ ചെയ്യാം. R3ക്ക് ശേഷം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് അറിയാൻ വേണ്ടി നോട്ട് ചെയ്യേണ്ടതാണ്. R2 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 means a coordinate plane. R2 is a coordinate plane and R is a real line. R is a real line. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നുള്ളത്, എങ്ങനെയാണ് രണ്ട് സെറ്റ്സ് ആണ്. ഇപ്പോൾ A equal to 2 3 and B equal to A B C ആണെങ്കിൽ A cross B is what? A cross B equal to 2A 2B 2C. അടുത്ത് 3A 3B 3C. ഇതാണ് A cross B. B cross A ആണെങ്കിലോ B cross A equal to A2 A3 B2 B3 C2
C3. ഓക്കെ, ഇനി A ക്രോസ് A ആണെങ്കിലോ, A ക്രോസ് A ആകുമ്പോൾ 2 2 2 3 3 2 3 3. A ക്രോസ് A ആണെങ്കിലോ 2 2 2 2 2 3 2 3 2 2 3 3. ഓക്കെ, എല്ലാ പോസിബിലിറ്റീസും എഴുതുക. ഓക്കെ, ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റും മൂന്നാമത്തെ എലമെന്റും A വരുന്ന രീതിയിലുള്ള എല്ലാ പോസിബിലിറ്റീസും എഴുതുക. അപ്പോൾ അടുത്തത് 3 3 3 3 3 2 3 2 3 3 2 2. ഇങ്ങനെ നമുക്ക് ഓരോ പ്രോഡക്ട്സും എഴുതാം. ഇതെല്ലാം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. A ക്രോസ് B കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്, B ക്രോസ് A കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്, A ക്രോസ് A കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്, A ക്രോസ് Aയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. A ക്രോസ് Aനെയാണ് നമ്മൾ A ക്യൂബ് എന്ന് പറയുക, A ക്രോസ് A ആണ് നമ്മൾ A സ്ക്വയർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ഐഡിയ അബൌട്ട് കാർട്ടീഷ്യൻ. ബേസിക് ഐഡിയ അബൌട്ട് കാർട്ടീഷ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആണ് ഇന്ന് തരാൻ പോകുന്നത്. ഒരു എക്സസൈസ് ഇത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ ചെയ്യേണ്ടതാണ്. ഇഫ് A ഈക്വൽ ടു 1 2 3 4, B ഈക്വൽ ടു എക്സസൈസ് ഹോംവർക്ക്, B ഈക്വൽ ടു 2,5, C ഈക്വൽ ടു 3,4,7. ഫൈൻഡ് A ക്രോസ് B, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സെക്കൻഡ്, B ക്രോസ് A, മൂന്നാമത്തെ A യൂണിയൻ B ക്രോസ് C. അപ്പൊ B ക്രോസ് Cയും കണ്ടുപിടിക്കുക, എന്നിട്ട് Aയുമായിട്ട് യൂണിയൻ എടുക്കുക. ഓക്കെ, A യൂണിയൻ B ക്രോസ് C ആണ് ഞാൻ കണ്ടുപിടിച്ചു തരാം. A യൂണിയൻ B ക്രോസ് C എങ്ങനെ കണ്ടുപിടിക്കുക? A യൂണിയൻ B ക്രോസ് C ഈക്വൽ ടു, ആദ്യം B ക്രോസ് C എഴുതുക. B ക്രോസ് C എന്ത് വരും? B ക്രോസ് C ഈക്വൽ ടു 2 3 2 4 2 7. അടുത്ത് 5 3 5 4 5 7. ഓക്കെ, ഇതാണ് B ക്രോസ് C. A യൂണിയൻ B ക്രോസ് C ആകുമ്പോഴോ A യൂണിയൻ B ക്രോസ് C ഈക്വൽ ടു 1 2 3 4. ഇതിന്റെ ഒപ്പം എന്തും കൂടെ വരും? 2 3 2 4. എല്ലാം കൂടെ ഒന്നിച്ച് ഒരു സെറ്റിൽ എഴുതാം. അത്രേ ഉള്ളൂ. 2 7 5 3 5 4 5 7. ഓക്കെ, അപ്പൊ 1 2 3 4 എയിലെ എലമെന്റ്സ് ആദ്യം എഴുതി, പിന്നെ B ക്രോസ് സിയിലെ എലമെന്റ്സ് എഴുതി. അതാണ് A യൂണിയൻ B ക്രോസ് സി. ഓക്കെ, അടുത്തത് A യൂണിയൻ B ക്രോസ് സി എഴുതുക. A യൂണിയൻ B ക്രോസ് സി. A യൂണിയൻ B ക്രോസ് സി നാലാമത്തെ. അഞ്ചാമത്തെ A ക്രോസ് സി യൂണിയൻ B ക്രോസ് സി. A ക്രോസ് സി യൂണിയൻ B ക്രോസ് സി. അപ്പൊ ഇത്രയാണ് 5 പ്രോബ്ലംസ്. ഇത് കണ്ടുപിടിക്കുക. ഇതൊരു ഹോംവർക്ക് പ്രോബ്ലം ആണ്. A യൂണിയൻ B ക്രോസ് സി എങ്ങനെ ചെയ്യും? A യൂണിയൻ B ക്രോസ് സി ഒക്കെ ചെയ്യണമെങ്കിൽ ആദ്യം A യൂണിയൻ B കണ്ടുപിടിക്കുക. A യൂണിയൻ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? A യൂണിയൻ ബിയിൽ 1 2 3 4 2 5 5 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, 2 ഓൾറെഡി ഉണ്ട്, അപ്പൊ പിന്നെ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 1 2 3 4 5 ഒരു തവണ എഴുതിയാൽ മതി. ഓക്കെ, ഒരു സെറ്റിൽ ഒരിക്കലും നമ്മൾ ഒരു എലമെന്റ് 2 തവണ എഴുതില്ല. സെറ്റിൽ എപ്പോഴും ഒരു എലമെന്റ് ഒരു തവണ എഴുതും. അപ്പൊ ഇവിടെ 2 രണ്ടിലുണ്ടെങ്കിലും ഒരു തവണ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ A യൂണിയൻ B എഴുതുക, പിന്നെ അത് സിയുമായിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുക. അപ്പൊ 5 3 15 എലമെന്റ്സ് ഉണ്ടാവും. 15 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അടുത്ത് A ക്രോസ് സി ആദ്യം കണ്ടുപിടിക്കുക, B ക്രോസ് സിയും കണ്ടുപിടിക്കുക, എന്നിട്ട് രണ്ടിന്റെയും കൂടെ യൂണിയൻ എടുക്കുക. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിലെ ഹോംവർക്ക്. ഓക്കെ, നമുക്ക് ബാക്കി ടോപ്പിക് നെക്സ്റ്റ് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.